മമ്പുറന്തങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ആൻഡ് ഹെറിറ്റേജും അറബിക് ദാറുൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി അറബിക് ഡിപ്പാർട്ട്മെൻറ്റും സംയുക്തമായി സംഘടിപ്പിച്ച ഈ ഒരു ചടങ്ങിൽ അവസരം തന്നതിൽ നന്ദി അറിയിക്കുകയാണ്. ശുക്രൻ, ജസാക്കുമുല്ലാഹു ഖൈറ. എൻ്റെ വിഷയം നേരത്തെ പറഞ്ഞ പോലെ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് അറബിക് ടു നോൺ നാറ്റീവ് അറബ്സ്, കമ്പാരിറ്റീവ് അനാലിസിസ് ദാറുൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെയും അതുപോലെ തന്നെ മദ്രസ ജുനൈദ് അൽ ഇസ്ലാമിയ. ഈ പേര് കേൾക്കുമ്പോൾ ഞാൻ ആദ്യം മുതൽ അവസാനം വരെ അഡ്രസ്സ് ചെയ്ത ചോദ്യമായിരുന്നു, ഒരു മദ്രസയും യൂണിവേഴ്സിറ്റിയും എങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത്. ആ ചോദ്യം എൻ്റെ ഓപ്പൺ ഡിഫൻസിൻ്റെ ഒരു പഞ്ചിങ് ക്വസ്റ്റ്യനായിരുന്നു. ഈവൻ സിൻഡിക്കേറ്റിൽ വരും. അതിൻ്റെ ചർച്ചയിൽ ആ ചോദ്യം വളരെ പ്രസക്തമായിരുന്നു. അപ്പോൾ ടൈറ്റിലുകൾ ഇടുമ്പോൾ നമ്മളതിൻ്റെ വിശദീകരണങ്ങൾ അതിൻ്റെ ഉള്ളിലാണ് കൊടുക്കുക. അതൊരു വലിയൊരു സ്വാഭാവിക ദാറുൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡറി സീനിയർ സെക്കൻഡറി പ്രോഗ്രാമാണ് ഞാൻ ഇതിനെ കമ്പയർ ചെയ്തെടുത്തിട്ടുള്ളത്. മദ്രസ ജുനൈദ് അൽ ഇസ്ലാമിയ അത് അവിടെ നിലവിലുള്ളത് സെക്കൻഡറി സീനിയർ സെക്കൻഡറി പ്രോഗ്രാമാണ്. അവർ ഉപയോഗിക്കുന്നത് സാനവി അതുപോലെ തന്നെ മാഖബൽ ജാമിയ പ്രീ യൂണിവേഴ്സിറ്റി സെക്ഷൻ, ആ ഒരു ടേമാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഏജൊക്കെ സെക്കൻഡറി സീനിയർ സെക്കൻഡറി ഏജ് നമ്മുടെ അഥവാ 11 മുതൽ ഒരു എത്ര വയസ്സ് 15, 17 വയസ്സ് വരെയുള്ള അതേ ഏജ് തന്നെ മദ്രസാൽ ജുനൈദ് സിംഗപ്പൂരിൽ 1927 സ്ഥാപിതമായ മദ്രസയിലും ഉള്ളത്. അത് തമ്മിലാണ് ഒരു കമ്പാരിസൺ നടക്കുന്നത്. ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി സംബന്ധിച്ച് ഞാൻ ഇത് എടുക്കാനുള്ളൊരു പാശ്ചാത്തലം 2016 അക്കാഡമിക് ഓഫീസിൽ അക്കാഡമിക് ഇൻസ്പെക്ഷൻ ഏരിയ കൈകാര്യം ചെയ്ത് ഞാനായിരുന്നു. അപ്പം അന്ന് നമ്മൾ ഇൻസ്പെക്ഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ റിപ്പോർട്ട് എഴുതാനിരിക്കുമ്പോഴും അതിൻ്റെ അനാലിസിസ് അതിൻ്റെ പ്രസൻറ്റേഷനൊക്കെ നടക്കുമ്പോഴും നമുക്ക് മുമ്പിൽ ഉണ്ടായിരുന്ന വലിയൊരു ചോദ്യമായിരുന്നു. 50% സെക്കൻഡറി സീനിയർ സെക്കൻഡറിയിൽ പഠിപ്പിക്കപ്പെടുന്ന വിഷയങ്ങൾ അറബി ഭാഷയിലാണ്. ഔദ്യോഗികമായി ചിലവഴിക്കുന്ന സമയങ്ങളിൽ ഒരു 48% സമയം നമ്മൾ ചിലവഴിക്കുന്ന അറബി ഭാഷയുമായി ബന്ധപ്പെട്ടിട്ടാണ്. പ്രത്യേകിച്ച് സെക്കൻഡറി സീനിയർ സെക്കൻഡറിയാണ് എൻ്റെ ഒരു ഫോക്കസ് ഏരിയ. കാരണം ഭാഷാ പഠനം നടക്കുന്നത് അവിടെയുള്ള, പിന്നെ മെല്ലെ ലിറ്ററേച്ചറിലേക്കും അതിൻ്റെ ചരിത്രത്തിലേക്കും അങ്ങനെ വഴിമാറിപ്പോകും. അപ്പോൾ ഈ ഇൻസ്പെക്ഷൻ കാലഘട്ടത്തിൽ ഇതൊരു വലിയൊരു പ്രശ്നമാണ്. എത്രയോ സമയം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതിനനുസരിച്ചുള്ള എത്രയോ സമ്പത്തും ഹ്യൂമൻ പവറും നമ്മൾ ഇത് ഇൻവെസ്റ്റ് ചെയ്തിട്ടും ഈ ഒരു തിരിച്ച് കിട്ടുന്ന റിസൾട്ട് നമ്മൾക്കത് വളരെ ഒരു കണ്ണ് തുറപ്പിക്കുന്ന ഒരു അനുഭവമായിരുന്നു അന്ന്. അതിൽ നിന്നാണ് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണം. സ്വാഭാവികമായും ഭാഷാ പഠനത്തിൻ്റെ എഫക്റ്റീവ്നെസ്സിൻ്റെ പഠനങ്ങൾ പല ആംഗിളിലൂടെയും നമുക്ക് പഠിക്കാം. അത് ടെക്സ്റ്റ് ബുക്കിൻ്റെ ഹൈഫിയത്തിലൂടെ നമുക്ക് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാം. തഅലീമിൻ്റെ ഭാഗത്തിലൂടെ, തഅല്ലുമിൻ്റെ ഭാഗത്തിലൂടെ, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട് പല ആംഗിളിലൂടെയും നമുക്കിത് പഠിക്കാം. ഞാനത് തിരഞ്ഞെടുത്ത് തഅലീമുൽ ലുഗയുമായി ആ ഒരു ടീച്ചിങ് മെത്തേഡിൻ്റെ ഇതിലൂടെയാണ് പോയത്. ടീച്ചിങ് മെത്തേഡ് എന്ന് പറയുമ്പോൾ വിശാലമായ ഇൽമുൽ ലുഗ, ലിംഗ്വിസ്റ്റിക് സ്റ്റഡീസ് 2 കാറ്റഗറി ആയിട്ട് വരുന്നുണ്ടെന്ന്. ഇൽമുൽ ലുഗ നളരി, മറ്റൊന്ന് ഇൽമുൽ ലുഗ തത്ബീഖി. ഒന്ന് അപ്ലൈഡ് ലിംഗ്വിസ്റ്റിക്സും മറ്റൊന്ന് അതിൻ്റെ കൺസെപ്ച്വൽ ലിംഗ്വിസ്റ്റിക്സ്. അപ്പോൾ എൻ്റെ ഈ ഒരു ടീച്ചിങ് മെത്തേഡ് വരുന്നത് നമ്മൾ ഏതൊരു റിസർച്ച് വിഷയത്തിനും വിശാലമായിരിക്കുന്ന ഒരു തിയററ്റിക്കൽ അണ്ടർപ്രിന്നിങ് നമുക്ക് വായനയുടെ അവസാനം കാണാൻ കഴിയും. നമ്മൾ നിൽക്കുന്നത് ഈ വിശാലമായ ഈ ഒരു അദബിയാത്തിൻ്റെ, നമ്മുടെ ഏരിയയിലെ അദബിയാത്തിൻ്റെ ഒരു ഏരിയയിലാണ്, ഒരു കോർണറിലാണ് നമുക്ക് സ്വയം ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. എൻ്റെ വിഷയം കിടക്കുന്നത് ലിംഗ്വിസ്റ്റിക്സിൽ, ഈ അപ്ലൈഡ് ലിംഗ്വിസ്റ്റിക്സിൻ്റെ വ്യത്യസ്തങ്ങളായ കാറ്റഗറിയിൽ ഒന്നാണ് ടീച്ചിങ് മെത്തേഡുകൾ. അതിലാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു കടൽ പോലെ പരന്ന് കിടക്കുന്ന ലിറ്ററേച്ചറുകൾ അറബി ഭാഷയിലും സ്വാഭാവികമായും മറ്റുള്ള ഭാഷകളിലൊക്കെ പ്രത്യേകിച്ച് ഇംഗ്ലീഷിലൊക്കെ നിരന്തരമായി എക്സ്പ്ലോർ ചെയ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ടീച്ചിങ് മെത്തേഡ്സ്. പ്രത്യേകിച്ച് നോൺ നാറ്റീവ്സിനുള്ള അറബിയിൽ നമ്മൾ തഅലീം ലുഗ അൽ അറബിയ ലിൻ നാത്തിഖീന ബിഗൈരിഹ എന്ന് പറയാം. വിശാലമായ പഠനങ്ങൾ. അപ്പോൾ ആ ഒരു ഇതിൽ നിന്നാണ് 2016 എനിക്ക് സിംഗപ്പൂരിലേക്ക് പോകാനുള്ള ഒരു അവസരം ഉണ്ടായത്. മലബാർ മസ്ജിദിൽ ഇമാമായി 2 ചില്ലാനം വർഷം എനിക്ക് അവിടെ നിൽക്കാൻ കഴിഞ്ഞ. ഇത് മലബാർ മസ്ജിദിൻ്റെ തൊട്ടരികിലാണ് മദ്രസ ജുനൈദ് സ്ഥിതി ചെയ്യുന്നത്. പ്രത്യേകിച്ച് വളരെ സ്ട്രൈക്കിംഗ് ആയ ഒരു എലമെൻ്റ് ആയിരുന്നു മദ്രസ ജുനൈദ് ഉണ്ടാക്കിയത്. യമനിൽ നിന്നുള്ള അൽ ജുനൈദ് ഫാമിലി, അബ്ദുറഹ്മാൻ അൽ ജുനൈദ് എന്ന് പറയപ്പെടുന്ന ഒരു അൽ ജുനൈദ് അഹ്ലുബൈത്തിൽപ്പെട്ട ആ ഒരു പരമ്പര 1900
ആ ഒരു 21 കാലങ്ങളിലൊക്കെ 27, 26 കാലഘട്ടങ്ങളിൽ നമ്മളൊക്കെ അറിയപ്പെട്ട, നമ്മൾ പോലും എടുത്ത് കോട്ട് ചെയ്യുന്ന ചരിത്രത്തിലൊക്കെ നമ്മളെ വരക്കൽ സാദാത്യങ്ങളും മറ്റൊക്കെ നമ്മൾ ജിഫ്രി സാദാത്തിനെ കുറിച്ച്, ആലു ശിഹാബിനെ കുറിച്ച് പറയുമ്പോൾ അതേ കാലഘട്ടങ്ങളിൽ ഇവർ സിംഗപ്പൂരിൽ 1927 കാലഘട്ടങ്ങളിൽ വരുന്നു. അവർ കച്ചവടക്കാരായിരുന്നു. അവരുടെ സ്വന്തം സമ്പത്തിൽ നിന്ന് എടുത്തുകൊണ്ട് അവർ ഭൂമി വാങ്ങുന്നു, മദ്രസ നിർമ്മിക്കുന്നു. 27 മുതൽ മാത്രമല്ല, അതിൽ വളരെ ഇമ്പ്രസീവായ അല്ലെങ്കിൽ എപ്പോഴും മെമ്മറബിൾ ആയ ഒരു കാര്യമായിരുന്നു അബ്ദുറഹ്മാൻ ജുനൈദ് തങ്ങളുടെ ഒരു വസീയത്ത്. അബൂബക്കർ തോഹ എന്ന ആദ്യത്തെ ഇതിൻ്റെ സ്ഥാപനത്തിൻ്റെ മാനേജർക്ക് അദ്ദേഹം കൊടുക്കുന്ന വസീയത്താണ്. ഇവിടെ വസീലത്തു തഅലീം എന്തായിരിക്കണം? അന്തകൂന അറബിയ്യത്ത്, ഒന്നാമത്തെ വസീയത്ത്. അപ്പോൾ ഞാൻ ആ കാഴ്ചപ്പാടിൻ്റെ ആഴമാണ് ഇന്ന് ഏറ്റവും അറബി ഭാഷയിലെ ലീഡിങ് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് നമ്മളൊക്കെ മുനാദറയുടെ ഇപ്പോൾ ഏഷ്യയിൽ നമ്പർ 1 ദാറുൽ ഹുദ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഈ ഒരു കാലഘട്ടം, അതിൻ്റെ ഏകദേശം 1950കളിലൊക്കെ ഈ ഇൻ്റർനാഷണൽ മുനാദറ വേദികളിൽ മദ്രസാൽ ജുനൈദിൻ്റെ ഗേൾസ് പാർട്ടിസിപ്പേറ്റ് ചെയ്തതായിട്ട് ചരിത്രങ്ങൾ. അതിനിപ്പോൾ ഖത്തർ ഇതാണോ എന്നറിയില്ല. ഇനി ഇൻ്റർനാഷണൽ മുനാദറ വേദികളിൽ ഇത്തരം ഈ കോമ്പറ്റീഷനിൽ അവരിൽ നിന്ന് പഠിച്ചിറങ്ങിയ പെൺകുട്ടികൾ പങ്കെടുത്തതായിട്ട് അതിൻ്റെ കാണുക. 27 മുതൽക്കുള്ള ചരിത്രം അവർക്കുണ്ട്. മാത്രമല്ല, അത് ആ ഒരു സ്ഥാപനം സിംഗപ്പൂരിലെ ഏറ്റവും മികച്ച അറബി ഭാഷ പഠിപ്പിക്കുക. അപ്പോൾ അവരുടെ കാഴ്ചപ്പാടിൻ്റെ ഒരു ഊക്ക് കൂടെ വളരെ പ്രസക്തമായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വസീയത്ത് അറബിയിലായിരിക്കണം. രണ്ടാമത്തെ വസീയത്ത് ഏറ്റവും മോഡേൺ ആയിരിക്കുന്ന ത്വരീഖു തഅലീമായിരിക്കണം. ഇവിടെ ഉണ്ടായിരിക്കണം വസീയത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഫിഖ്ഹി ടേമിൽ വസീയത്ത് എന്നല്ല, അദ്ദേഹത്തിൻ്റെ ഒരു സജഷൻ എന്ന അർത്ഥത്തിൽ. മാത്രമല്ല, അക്കാലഘട്ടങ്ങളിൽ അറബി ഭാഷ അല്ലാതെ അവിടെ സംസാരിച്ചാൽ അതിന് അവർ ചില ശിക്ഷാമുറകൾ, അതിന് ചില ഡിസിപ്ലിനറി ആക്ഷൻസൊക്കെ നടത്തിയതായിട്ട് അക്കാലഘട്ടങ്ങളിലെ ഡോക്യുമെൻറ്റ്സ് ഇന്നും അവൈലബിൾ ആണ്. ഞാൻ ഇത് പറയാൻ കാരണം ഇതിൻ്റെ ചർച്ചയുടെ അവസാനത്തിൽ ഇവരുടെ മികവിനെ കുറിച്ച് പറയുമ്പോഴാണ് തുടക്കം മുതലേ. മാത്രമല്ല, അന്ന് അസ്ഹരികൾ, മിസ്രികൾ ഇവിടെ പഠിപ്പിച്ചിരുന്നു, യമനികൾ പഠിപ്പിച്ചിരുന്നു. അങ്ങനെ വിശാലമായി നമ്മളൊക്കെ ഇന്നും അടുത്തൊരു സ്റ്റെപ്പിലേക്ക് ദാറുൽ ഹുദ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലുള്ള അറബി പഠിപ്പിക്കുന്ന ഇത്തരം വിശിഷ്യ മതസ്ഥാപനങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ഒരു പക്ഷേ അറബി ഭാഷ പഠിപ്പിക്കുകയും ചെയ്യുന്നത് ഇത്തരം സ്ഥാപനങ്ങളിലാണ്. നമുക്ക് ഈ ഏരിയകളിൽ ഒരു വിഹക വീക്ഷണം നടത്തിയാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പോൾ അടുത്തൊരു സ്റ്റെപ്പ് എന്തായിരിക്കണം എന്നത് ചരിത്രങ്ങൾ പതിറ്റാണ്ടുകൾക്ക് മുമ്പേ അവർ തുടങ്ങി വെച്ചു എന്നുള്ളതൊക്കെ അവരെ സംബന്ധിച്ച് വലിയ തൗഫീക്ക് കൂടെയാണ്. അങ്ങനെ മദ്രസാൽ ജുനൈദ് ഞങ്ങളെ പള്ളിയിലേക്കാണ് അവിടുത്തെ കുട്ടികൾ ജുമാ നമസ്കരിക്കാൻ വരാറുള്ളത്. അറബി ഭാഷയുടെ ആ ഒരു സുമഅത്ത് എപ്പോഴും മദ്രസാ ജുനൈദിനെ കണക്ട് ചെയ്തുകൊണ്ട് സിംഗപ്പൂർ എപ്പോഴും ചർച്ചാ വിഷയമാണ്. അവിടുത്തെ ആ ഒരു മികവ് എപ്പോഴും ആ ദേശത്തിൽ തന്നെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു വലിയ എല്ലാവർക്കും അറിയപ്പെട്ട ഒരു ഫാക്റ്റാണ്. അപ്പോൾ ഈ 2 അനുഭവങ്ങളിൽ നിന്നാണ് 2013 നിന്ന് ഈ അനുഭവത്തിൽ നിന്നാണ് 2016 അക്കാഡമിക് ഇൻസ്പെക്ഷൻ്റെ ഭാഗമായി പോയപ്പോഴാണ് ഇത് ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കണം, ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണം എന്ന ഒരു അന്വേഷണത്തിൽ ഇതിൻ്റെ പഠനം തുടങ്ങുന്നത്. അങ്ങനെ ഇതിന് ഞാൻ ഉപയോഗിച്ചത് മിക്സ്ഡ് മെത്തേഡാണ്. കാരണം ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവും മിക്സ് ചെയ്തിട്ടുള്ള പഠനമാണ്. കാരണം ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡിൽ ഒരു പക്ഷേ നമുക്ക് എവിടെയാണ് ഇതിൻ്റെ ഒരു ഗ്യാപ്പ് എന്ന് കണ്ടെത്താൻ കഴിയും. പക്ഷേ ലിമ എന്ന ചോദ്യത്തിന് ആൻസർ ഒരു പക്ഷേ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് നമുക്ക് കണ്ടെത്താൻ കഴിയും. അതിൻ്റെ ക്വാളിറ്റേറ്റീവും കൂടെ ആവശ്യമാണ്. അപ്പോൾ എന്താണ് ഗ്യാപ്പ് എന്താണെന്നുള്ളതും അതെങ്ങനെ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിനും കൂടെ ഉത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഈ ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവും മെത്തഡോളജി ഇതിനെ ഫോളോ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, കേരളത്തിൻ്റെയും സിംഗപ്പൂരിൻ്റെയും ഒരു വിശാലമായ പാശ്ചാത്തലം ഉദ്ദേശിച്ചിട്ടാണ് ദാറുൽ ഹുദ കേസാക്കി എടുത്തത്. പക്ഷേ നമ്മൾ വിശാലമായ പാശ്ചാത്തലത്തിൽ ഒരു സ്ഥാപനത്തെ കേസാക്കി എടുക്കുമ്പോൾ മെത്തഡോളജിക്കലായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. നമുക്ക് ഒരു സ്ഥാപനത്തിന് അനുഭവങ്ങൾ നമുക്ക് ജനറലൈസ് ചെയ്യാൻ കഴിയൂല. പക്ഷേ അതുകൊണ്ട് തന്നെ ദാറുൽ ഹുദയെ സ്പെസിഫിക് ആയിട്ട് പഠിക്കുന്നു എന്നുള്ള ഒരു എക്സ്പ്ലോറേറ്ററി റിസർച്ചിൻ്റെ ഒരു ഡിസൈനാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. അതൊരു പക്ഷേ കേരളത്തിൻ്റെ വിശാലമായ പാശ്ചാത്യത്തെ മറ്റു സ്ഥാപനങ്ങളിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റേതായ പരിമിതികളും പോരായ്മകളും ഉണ്ടായേക്കാം. പക്ഷെ എന്നാൽ കൂടെ കേരളത്തിലെ ഏറ്റവും ലീഡിങ് ഇൻസ്റ്റിറ്റ്യൂട്ടായ, പ്രത്യേകിച്ച് മുനാദറയുടെ ഈ അച്ചീവ്മെൻറ്റിന് ശേഷം വളരെ അനിഷേധ്യമായ ഒരു സ്ഥാനത്തേക്ക് ദാറുൽ ഹുദ മുന്നേറുമ്പോൾ ദാറുൽ ഹുദയെ മനസ്സിലാക്കാനും പ്രത്യേകിച്ച് ദാറുൽ ഹുദയെ മെത്തേഡ് ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ ഒരു റിസർച്ച് എന്തുകൊണ്ടും വളരെ പ്രസക്തമായിരിക്കുന്നു മനസ്സിലാക്കാം. ഈ റിസർച്ചിന് ഞാൻ
എടുത്ത പ്രധാനപ്പെട്ട ടൂളുകൾ ഒന്ന് ക്ലാസ് റൂം ഒബ്സർവേഷൻ ഉണ്ടായിരുന്നു. ഈ വഹായി വ്യത്യസ്തങ്ങളായിരിക്കുന്ന സിലബസ് ഉൾപ്പെടെയുള്ള നമ്മുടെ ഡോക്യുമെൻസിൻ്റെ അനാലിസിസിൻ്റെ സ്റ്റുഡൻസ് ടീച്ചേഴ്സ് ഇൻ്റർവ്യൂകളുടെ ഫോക്കസ്ഡ് ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഉണ്ട്. അത് സിംഗപ്പൂരും പോയി നടത്തി, ഇവിടെയും നടത്തിയിട്ടുണ്ട്. അതിനെ തുടർന്ന് ഞാൻ എത്തിപ്പെട്ട ഒരു ഫൈൻഡിങ്സിലേക്ക് വരുമ്പോൾ ഈ ടീച്ചിങ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ കേവലം ക്ലാസ് റൂമിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല, അതൊരു ഹുത്ത ഷാമില. അതിൻ്റെ താരീഫ് പ്രത്യേകിച്ച് ഈ ഏരിയയിൽ ഏറ്റവും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഓതേഴ്സാണ് ദക്തൂർ റുഷ്ദി തുഐമ. അതേപോലെ തന്നെ പ്രത്യേകിച്ച് നമ്മൾ അറബിക് ഫോർ ഓളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടെക്സ്റ്റ് അബ്ദുറഹ്മാൻ ഫൗസാൻ, ദക്തൂർ അബ്ദുറഹ്മാൻ ഫൗസാൻ്റെ ടെക്സ്റ്റ് അലി ഇളാഅത്ത് വളരെ, അതുപോലെ തന്നെ ദക്തൂർ അബ്ദുൽ അസീസ് സീലി, അബു സക്കരിയ, ജമാൽ അബ്ദുൽ നാസർ, അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന അവരൊക്കെ കൊടുക്കുന്ന ഒരു ഡെഫിനിഷനാണ് ഈ ത്വരീഖുത്ത് താലീം എന്ന് പറഞ്ഞാൽ. അത് ഹുത്ത ഷാമിലാണ്, ക്ലാസ് റൂമിൻ്റെ ഉള്ളിൽ മാത്രമല്ല, ഈ പഠിപ്പിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്താനും അതേപോലെ തന്നെ അഹ്ദാഫ് താലും ഉണ്ടാവും, അത് മീറ്റ് ചെയ്യാനും ഒരു അധ്യാപകൻ അദ്ദേഹം സ്വീകരിക്കുന്ന അൽ ഹുത്ത ഷാമില, അതിനാണ് ഈ ത്വരീഖത്തു തഅലീം എന്ന ആ ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ ഈ ത്വരീഖത്തു തഅലീം എന്ന പേരിൽ ലിറ്ററേച്ചറുകളിൽ ഏകദേശം 10 വ്യത്യസ്തങ്ങളായിരിക്കുന്ന ആംഗിളിലൂടെ ത്വരീഖത്തു തഅലീമിനെ എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. ഞാൻ ഹിസ്റ്റോറിക്കലി രൂപപ്പെട്ടു വന്ന ആ ഒരു തദ്രീജിയായ ആ ഒരു സ്കെയിലിലാണ് ത്വരീഖത്തു തഅലീമിനെ ഞാൻ അതിൻ്റെ തഖ്സീമാത്തുകൾ കണ്ടെത്തിയിട്ടുള്ളത്. ത്വരീഖത്തുൽ ഖവായിദ് വ തർജുമ എന്ന വളരെ ട്രഡീഷണലായ മെത്തേഡ് മുതൽ വളരെ ത്വരീഖത്തുൽ ഖിറാഅ, അതേപോലെ തന്നെ ത്വരീഖ ഇത്തിസാലിയ, അതേപോലെ തന്നെ അങ്ങനെ ത്വരീഖ സംഇയ്യ ശഫഹിയ, അങ്ങനെ 10-15ഓളം ത്വരീഖത്തുകൾ ത്വരീഖത്തു തഅലീം എന്ന പേരിൽ അറിയപ്പെടുന്ന ലിസ്റ്റ് അതിൻ്റെ റിസർച്ച് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ ലിറ്ററേച്ചറിൽ നിന്ന് ദാറുൽ ഹുദയിൽ നടക്കുന്ന കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുമ്പോൾ ഏറ്റവും പ്രൊമിനൻ്റായി ദാറുൽ ഹുദ സ്വീകരിക്കുന്ന മെത്തേഡ് ട്രഡീഷണൽ മെത്തേഡാണ്, അഥവാ ത്വരീഖത്തുൽ ഖായിദ വ തർജുമ എന്നുള്ളതാണ്. ഒപ്പം ഇത് പറയുമ്പോൾ ഈ ഒരു ഏരിയയിൽ ത്വരീഖത്തു തഅലീം ലുഗ അൽ അറബിയ ലിന്നാത്തിഖീന ബിഗൈരി ഏരിയയിൽ ഒരു ഇജ്മാ ഉള്ള വിഷയമാണ്. ഒരു ടീച്ചിങ് മെത്തേഡും എന്തില്ല, മിസാലിയായ ടീച്ചിങ് മെത്തേഡ് ഇല്ല. എല്ലാ അർത്ഥത്തിലും എല്ലാ മുനാസബത്തിനും എല്ലാ ത്വാലിബിനും യോജിച്ച ഒരു ടീച്ചിങ് മെത്തേഡ് അങ്ങനെ ഒന്നില്ല. എല്ലാ ടീച്ചിങ് മെത്തേഡുകൾക്കും അതിൻ്റെതായ മസിയത്തുകളുണ്ട്, അതിൻ്റെതായ ഉയൂബുകളുണ്ട്. പിന്നെ ടീച്ചിങ് മെത്തേഡുകൾ ഏതാണ് വേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് നമ്മുടെ ടീച്ചിങ് ഒബ്ജക്റ്റീവ്സിനനുസരിച്ചാണ്. എന്താണ് നമ്മുടെ ഹദഫ് ഇൽമിയാവാം, ഹദഫ് വലീഫിയാവാം, ഹദഫ് അതേപോലെ തന്നെ ഹദഫ് തഖാഫി, പല രൂപത്തിൽ ഹദഫ്. എന്താണ് നമ്മുടെ ഹദഫ്, അതിനനുസരിച്ചാണ്. സ്വാഭാവികമായും നമ്മുടെ അറബി ഭാഷ പഠനം രൂപപ്പെട്ടു വന്നത് ഒരു ദഅവി ഒരു പാശ്ചാത്യത്തിൽ നിന്നാണ്. ഒരു ദഅവത്ത് വിശുദ്ധ ദീൻ എത്തിച്ചു കൊടുക്കുക, അതേപോലെ തന്നെ ക്ലാസിക്കൽ ഇസ്ലാമിക് ടെക്സ്റ്റുകൾ ആഴത്തിൽ പഠിക്കുക എന്ന് അതിൻ്റെ ഭാഷാ പഠനത്തിൻ്റെ വരുമ്പോൾ അതിൻ്റെ ആ ഒരു കാഴ്ചപ്പാടിൽ ഇങ്ങനെ വേരൂന്നിയിട്ടാണ് അറബിയുടെ പഠനത്തിലേക്ക് ഇങ്ങനെ കയറി വരുന്നത്. പക്ഷെ നിലവിൽ അതൊക്കെ മാറിയിട്ടുണ്ട്. അതിനെ വളരെ പർപ്പസ്ഫുള്ളി ഡെലിബറേറ്റ്ലി അതിനെ ഡൈവേർട്ട് ചെയ്ത് തികച്ചും മഹാറ അൽ ലുഗവിയ, അതേപോലെ തന്നെ കഫാ അൽ ലുഗവിയ. മഹാറ ലുഗവിയ നമുക്കറിയാം, അത് LSRW ഒതുങ്ങി നിൽക്കുന്ന മഹാറത്ത്. കഫാ അൽ ലുഗവിയ എന്ന് പറഞ്ഞാൽ കഫാഅത്ത് 3 കഫാ അൽ ലുഗവിയ, അത് ഭാഷയുടെ ഗ്രാമറുകൾ നേടിയെടുക്കാനുള്ള കഫാഅത്ത്. രണ്ടാമത്തെ കഫാ ഇത്തിസാലിയ, ഇതിൻ്റെ നാറ്റീവ് സ്പീക്കേഴ്സിനോട് സംസാരിക്കാനുള്ള കഴിവ്, അതാണ് കഫാ ഇത്തിസാലിയ. മൂന്നാമത്തെ കഫാ തഖാഫിയ, ഏതൊരു ഭാഷക്കും ആ ഭാഷയിലൂടെ അതിൻ്റെ കൾച്ചർ കൂടെ അത് പ്രദാനം ചെയ്യുന്നുണ്ട്. അഥവാ ആ ഭാഷ സംസാരിക്കുന്ന ആളുടെ ഖിയമുകൾ, അവരുടെ കാഴ്ചപ്പാടുകൾ, അവരുടെ ശീലങ്ങൾ, അത് ഏത് ഭാഷയും ഒരു ഭാഷയിലൂടെയാണല്ലോ നമ്മുടെ ഈ കൾച്ചറൽ ഈ അധിനിവേശങ്ങളൊക്കെ നടക്കുന്നത്. അതുപോലെ ഈ അധിനിവേശം നടന്നിടത്തൊക്കെ ഭാഷയെ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു നിർബന്ധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ ഈജിപ്തിൽ പോയപ്പോൾ അവിടെ ഫ്രഞ്ച് ഭാഷയുടെ സ്വാധീനം, കാരണം അവരുടെ ആ ഒരു ആധിപത്യം, നമ്മുടെ നാട്ടിൽ വരുമ്പോൾ ഇംഗ്ലീഷിൻ്റെ സ്വാധീനം, അപ്പോൾ അതുപോലെ തന്നെ അറബി ഭാഷയിലൂടെ സ്വാഭാവികമായി കൾച്ചറൽ സാധനം കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ 3 സാധനങ്ങൾ ഉൾക്കൊണ്ടാണ് കഫാഅത്ത്. ഈ 3 രൂപത്തിലൂടെ ഭാഷ എത്തിച്ചു കൊടുക്കാൻ നിലവിൽ ദാറുൽ ഹുദയിലെ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. സിലബസിൽ അതിനനുസരിച്ചുള്ള ഓറിയന്റേഷൻ നടക്കുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും നിലവിൽ പ്രധാനപ്പെട്ട ത്വരീഖ സായിദ, അത് ത്വരീഖ ഖവായിദ. പക്ഷെ അതിനോട് സപ്ലിമെന്ററി ആയിട്ടാണ് ത്വരീഖ സംഇയ്യ ശഫഇയ്യ ഉണ്ട്, ഒപ്പം ത്വരീഖ ഇത്തിസാലിയ. എൻ്റെ ക്ലാസ് ഒബ്സർവേഷൻ്റെ കൂടെ അനുഭവത്തിൽ നിന്നാണ് ഇത് പറയുന്നത്. വളരെ ചെറിയൊരു ന്യൂനപക്ഷം അധ്യാപകരും പരിപൂർണമായി അറബിയിൽ പഠിപ്പിക്കുന്നതായിട്ടും കണ്ടെത്തുന്നുണ്ട്. പക്ഷെ എന്തായാലും പ്രൊമിനൻ്റ് മെത്തേഡ് ട്രഡീഷണൽ. നേരെ മറിച്ച് സിംഗപ്പൂരിൽ മദ്രസ അൽ ജുനൈദ് അൽ ഇസ്ലാമിയയിൽ ഞാൻ ക്ലാസ് റൂം ഒബ്സർവേഷനിലൂടെയും ഒപ്പം അതുപോലെ തന്നെ അവിടുത്തെ വിദ്യാർത്ഥി ഇൻ്റർവ്യൂയിലൊക്കെ കണ്ടെത്താൻ കഴിഞ്ഞത്, അവർ
ത്വരീഖ ഇത്തിസാലിയാണ്. ഇസ്തിഖ്ദാമുൽ ലുഗയാണ് അവിടുത്തെ ഒരു ആത്മാവ്. ദക്തൂർ ബഹാറുദ്ദീൻ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞ വാക്ക് ഇന്ന് എൻ്റെ മനസ്സിലിങ്ങനെ നിലനിൽക്കുന്നത്, ഭാഷ ഞങ്ങൾക്ക് ജീവിതമാണ്, ലുഗത്ത് ഇന്ധന ഹയാത്ത്. എനിക്ക് തോന്നുന്നു അത്രക്കും അവരുടെ ഒരു ജീവിത ഫിലോസഫി പോലെ അവർക്ക് അങ്ങനെ പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ ഈ അബ്ദുറഹ്മാൻ ജുനൈദ് അദ്ദേഹത്തിൻ്റെ ആ വസീയത്ത് പോലെയുള്ള വാക്കിൻ്റെ കൂടെ ഒരു വെളിച്ചം അവരുടെക്ക് ഇന്ന് ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ പ്രധാനമായിട്ടും ഈ ഇസ്തിഖ്ദാമുൽ ലുഗ എവിടെ നോക്കിയാൽ, ഞാൻ ഫോട്ടോസൊക്കെ ഓടുന്നതിന് ഈ സമയപരിമിതി മൂലം അത് കാണിക്കാൻ പ്രയാസമുണ്ട്, എവിടെ നോക്കിയാലും ഭാഷ. ഈവൻ അവരുടെ അക്കാഡമിക് സബ്ജക്ട്സ് എന്നാണ് അവരുടെ ഭൗതിക സബ്ജക്ട്സ് എന്ന് പറയുന്നത്. അക്കാദമിക് സബ്ജക്റ്റിൻ്റെ ബോർഡ് നോട്ടീസുകളുടെ പ്രധാന ടൈറ്റിലുകൾ പോലും അത് അറബി ഭാഷയിലാണ്. അത്രമേൽ അറബി ഭാഷയുടെ ഒരു ഇമ്മേഴ്സീവ് ഒരു അറ്റ്മോസ്ഫിയർ, ഒരു ഇനിറിമാസി, നമ്മുടെ ഭാഷാ പഠനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇനിറിമാസിയെ ക്രിയേറ്റ് ചെയ്യുക. എല്ലാ അർത്ഥത്തിലും അറബി ഭാഷ, എവിടെ നോക്കിയാലും അറബി ഭാഷ. ഡൈനിങ് ഹാളിൽ പോയാൽ പോലും അതിൻ്റെ എല്ലാ ഇൻസ്ട്രക്ഷൻസും, ലൈബ്രറിയിൽ അൽ മഖസഫ് പുസ്തകം കൊണ്ടുപോയി ഇടുന്ന സ്ഥലത്തിനോട് കൊടുത്ത വാക്ക് ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വരികയാണ്. ആ പദം എവിടെയും അറബി ഭാഷ, ലിഫ്റ്റിൽ ചുറ്റുഭാഗം നോക്കിയാൽ അറബി ഭാഷ, എല്ലാ അർത്ഥത്തിലും അറബി ഭാഷയെ അവർ. മാത്രമല്ല, ഞാൻ 2 സ്ഥാപനത്തിലെയും കുട്ടികൾ ഇൻ്റർവ്യൂ നടത്തിയപ്പോൾ ഈ കുട്ടികളുടെ ഈ ഭാഷയുടെ കൾച്ചറൽ എലമെൻറ്റുകൾ അവരുടെ സംസാരത്തിന് എനിക്ക് കൂടുതൽ ആത്മവിശ്വാസത്തോടെ. കാരണം ഒരു ഭാഷയ്ക്ക് നമ്മൾ ആശയം പറയുന്നതിനപ്പുറം ആ ഭാഷയുടെ നാറ്റീവ് സ്പീക്കേഴ്സ് ഉപയോഗിക്കുന്ന ഒരു ശൈലി ഉണ്ടാവും. ആ ശൈലി നമ്മുടെ ഭാഷയുടെ കൾച്ചറിലേക്ക് കൂടെ നമുക്ക് കയറി ചെല്ലാൻ കഴിയുമ്പോഴാണ് ആ ശൈലി നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിയുക. ആ രീതിയിൽ വളരെ കോൺഫിഡൻ്റ് അവർക്ക് പഠിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളത് അവരുടെ ടീച്ചിങ് മെത്തേഡ്. അത് ഇസ്തിഖ്ദാമുൽ ലുഗയെ പ്രൊമോട്ട് ചെയ്യുന്ന ത്വരീഖ തവാസുലി അല്ലെങ്കിൽ ഇത്തിസാലിയ എന്നാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫൈൻഡിങ്സ്. അപ്പോൾ അതിൽ നിന്ന് അനലൈസ് ചെയ്ത് ഞാൻ എൻ്റെ കൺക്ലൂഷനിലേക്ക് വരാം. പ്രധാനമായിട്ടും അപ്പോൾ സ്വാഭാവികമായും ദാറുൽ ഹുദായെ ഫോളോ ചെയ്യുന്ന സ്ഥാപനങ്ങളും അടുത്തൊരു സ്റ്റെപ്പ് നിലവിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആമുഖം വളരെ പ്രധാനമാണ്. ഒരു ടീച്ചിങ് മെത്തേഡും എന്തല്ല മിസാലിയല്ല, ഒരു ടീച്ചിങ് മെത്തേഡും ഹാത്തിയത്വം അല്ല, എല്ലാത്തിനും അതിൻ്റെ മസിയത്തും അതിന്. അപ്പോൾ ഇത് രണ്ടും അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ, മാത്രമല്ല ഈ ദാറുൽ ഹുദായിൽ ഏറ്റവും പ്രധാനപ്പെട്ട മഹാറ ലുഗവിയ കിതാബത്തും ഖിറാഅത്തുമാണ്. നല്ലൊരു ശതമാനം കുട്ടികൾ മുന്നിട്ട് നിൽക്കുന്ന പ്രധാനപ്പെട്ട സ്കില്ല് കിതാബത്തും ഖിറാഅത്തുമാണ്. കാരണം എന്താ, ഇവിടുത്തെ ടീച്ചിങ് മെത്തേഡുകൾ ഇത് ട്രഡീഷണൽ മെത്തേഡാണ്. ട്രഡീഷണൽ മെത്തേഡിൻ്റെ പ്രത്യേകത അത് തെഹ്ലീലിനാണ് കൂടുതൽ എംഫസൈസ് കൊടുക്കുന്നത്, വായിച്ച് അർത്ഥം വെച്ച് കൊടുക്കാനാണ്, പദങ്ങൾ മെമ്മറൈസ് ചെയ്യാനാണ്. ഒരർത്ഥത്തിൽ ചിലപ്പോഴെങ്കിലും ഭാഷയെ കുറിച്ചുള്ള പഠനം തെഹ്ലീം അനില്ലുകയാണോ എന്ന് തോന്നിപ്പിക്കുന്ന, എന്നാൽ പോലും അതിനൊക്കെ അല്ല എന്നുള്ള ചില എലമെന്റുകൾ ദാറുൽ ഹുദായിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ കാലത്ത് തന്നെ തുടർന്ന് പിന്നീട് വന്നാണ് അറബിക് ഫോർ ഓളിൻ്റെ ടെക്സ്റ്റ് ബുക്കുകൾ ദാറുൽ. അതൊരു പരിഹാരത്തിൻ്റെ ഒരു ചെറിയ സ്റ്റെപ്പാണ്. അതിനെ വിശാലമാക്കുക എന്നുള്ളതാണ് ദാറുൽ ഹുദായിൽ നിലവിൽ ഒരു വലിയ മുന്നേറ്റത്തിന് സാധ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ സ്വാഭാവിക ആ ഒരു കാര്യം എന്ന് പറയുമ്പോൾ അത് ചെയ്തുകൊണ്ട് മാത്രം അതിൻ്റെ ചുറ്റുപാടിൽ മറ്റുള്ള അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കൂടെ അതിന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ മാത്രമല്ല മദ്രസ അൽ ജുനൈദ് ഈ ത്വരീഖ ഇത്തിസാലിയാണ് അവരുടെ പ്രൊമിനൻ്റ് ടീച്ചിങ് മെത്തേഡ് എന്ന് പറയുമ്പോൾ, പ്രൊമിനൻ്റ് അല്ലാത്ത സപ്ലിമെൻ്ററി ടീച്ചിങ് മെത്തേഡുകൾ അതിലേക്ക് ഞാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ കുട്ടികളുടെ ഏറ്റവും മികച്ച സ്കില്ല് ഇസ്തിമാവും തഹദ്ദുസുമാണ്. എന്നാൽ അതേസമയം അവിടെ കിതാബത്തിനും ഖിറാഅത്തിനും പോരായ്മകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് ഇനിയൊരു ഏറ്റവും നല്ല മികച്ച മെത്തേഡ് നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൻ്റെ കോണ്ടെക്സ്റ്റിൽ ചെയ്യാൻ പറ്റുന്ന എന്താണെന്നുള്ള ഒരു ചോദ്യം സ്വാഭാവികമായിട്ടും വരും. അവിടെയാണ് എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, അത് ഈ മാതാ അതേപോലെ തന്നെ വലി മാതാ എന്ന ചോദ്യത്തിന് ദാറുൽ ഹുദയുടെ മെത്തേഡുകൾ എടുക്കുക, അഥവാ തെഹ്ലീലും നമ്മുടെ തുറാസിയായ പ്രത്യേകിച്ച് വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം, ദാറുൽ ഹുദായുടെ ഏറ്റവും വലിയ മീസത്ത് നിലനിൽക്കുന്നത് ഈ ഔട്ട് ഓഫ് ക്ലാസ് റൂം ആക്ടിവിറ്റികളാണ്. ഔട്ട് ഓഫ് ക്ലാസ് റൂം ആക്ടിവിറ്റികളാണ് ദാറുൽ ഹുദായുടെ ഏറ്റവും പ്രധാനപ്പെട്ട അറബി ഭാഷയുടെ അതിൻ്റെ ആ കഫാഅത്തുകൾ നേടിയെടുക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു സോഴ്സ്. അത് ഈ എക്സ്ട്രാ അല്ലെങ്കിൽ കോ കരിക്കുലർ ആക്ടിവിറ്റീസാണ്. കാരണം ഈ ഇൻ്റർവ്യൂയിലും ഈ സർവേയുടെ ഒക്കെ റിപ്പോർട്ടുകളൊക്കെ അനലൈസ് ചെയ്യുമ്പോൾ വലിയ ഒരു മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസിൻ്റെ റെസ്പോൺസ് എന്നൊക്കെ നമുക്കതാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് പറഞ്ഞു വരുന്നത്, അപ്പോൾ ഈ തെഹ്ലീലും അതേപോലെ തന്നെ തുറാസിയായ അഥവാ കവിതയും കഥയും എഴുത്തും ഇത്തരം ആക്ടിവിറ്റീസ്, സ്റ്റുഡൻസ് യൂണിയൻ ആക്ടിവിറ്റീസ്, ക്ലബ്ബ്, ഈ ഡിബേറ്റ് ക്ലബ്ബ് ആക്ടിവിറ്റീസ്, ഇതൊക്കെ നമുക്ക് ആ തുറാസിനോട് കണക്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സ്ട്രെങ്ത് ദാറുൽ ഹുദായുടെ സ്ട്രീമിലുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഭാഷ പഠിപ്പിക്കേണ്ടതെന്നുള്ളതിൻ്റെ മാതൃക ദാറുൽ ഹുദായിൽ നിന്നുണ്ടെങ്കിലും, പക്ഷെ എങ്ങനെയാണ് പഠിപ്പിക്കുന്നതിൻ്റെ മാതൃക
അത് മദ്രസ അൽ ജുനൈദാണ്. ഇത് മൂന്നും കണക്ട് ചെയ്യുന്ന ഒരു മെത്തേഡായിരിക്കും പ്രത്യേകിച്ച് ദാറുൽ ഹുദക്കും അതേപോലെ തന്നെ അത് ഫോളോ ചെയ്യുന്ന നമ്മുടെ നാട്ടിലെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈ അറബിക് ഭാഷ ടീച്ചിങ് ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോളോ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫൈൻഡിങ്. അപ്പോൾ മാത്രമല്ല ഈ തൊറായിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ദക്തൂർ അബ്ദുദ്ദായും ഈ ജാമിയ ആലമിയ ഇസ്ലാമിയ മലേഷ്യയിലെ അദ്ദേഹം ഇന്നും കുല്ലിയത്തു എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ അധ്യാപകനാണ്. ഞാൻ അദ്ദേഹത്തെ അവിടെ പോയി ഇൻ്റർവ്യൂ ചെയ്യാൻ കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ടെക്സ്റ്റിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം 2 മോട്ടിവേഷൻസ് ഉണ്ട്. ഒന്ന് ഇൻസ്ട്രുമെൻ്റൽ മോട്ടിവേഷൻ, ഭാഷ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥിക്ക്. ഒന്ന് ഇൻസ്ട്രുമെൻ്റൽ മോട്ടിവേഷൻ, മറ്റൊന്ന് ഇൻ്റഗ്രേറ്റീവ് മോട്ടിവേഷൻ. അപ്പോൾ ഇത് അദ്ദേഹം പറയുന്നത് ഈ ഇൻസ്ട്രുമെൻ്റൽ മോട്ടിവേഷൻ ഭാഷയുടെ നിയമങ്ങളും കായികകളും മറ്റുള്ള ഇത്തരം സാങ്കേതികമായ കാര്യങ്ങളൊക്കെ അറിയലാണ്. അതൊരു സ്വാഭാവിക കാര്യം, ഏത് ഭാഷാ പഠിതാവിനുണ്ടാകുന്ന താല്പര്യം. മറ്റൊന്ന് ഇൻ്റഗ്രേറ്റീവ് മോട്ടിവേഷൻ, അഥവാ ഈ സഖാഫത്ത് ഉൾക്കൊണ്ടുകൊണ്ട് ഭാഷയെ നമുക്ക് പ്രദാനം ചെയ്യാൻ കഴിയുന്ന ഒരു താല്പര്യം. അത് രണ്ടുംപാട് കൂടുമ്പോഴാണ്. അപ്പം ഈ ഒരു ഇൻ്റഗ്രിറ്റിയിലേക്കാണ് നമുക്ക് ഈ ഇൻ്റഗ്രിറ്റിക്ക് എത്തിപ്പിടിക്കുമ്പോൾ അതിന് 3 സ്റ്റെപ്പുകളുണ്ട്. ഏത് ത്വരീക്കത്തിനും ഒന്ന് ബേസിക്കലായിട്ട് ഒരു കൺസെപ്ച്വൽ സാധനം വരുന്നുണ്ട്, ഇത്തിജാഹ് ഉണ്ട്. ആ ഇത്തിജാഹിൻ്റെ മുകളിൽ ഒരു ഡിസൈൻ വരുന്നുണ്ട്. അതിൻ്റെ മുകളിലെ പ്രൊസീജിയറിലാണ് ഈ ത്വരീക്കത്തു തൈലീം വരുന്നത്. ഏത് ത്വരീക്കത്തു തൈലീമിൻ്റെ അടിയിൽ ഒരു ഡിസൈൻ ഉണ്ടാവും, എന്തായിരിക്കണം ത്വരീക്കത്തു തൈലീം. അതിൻ്റെ അടിയിൽ ഈ ഡിസൈൻ ഫോർമാറ്റ് ചെയ്യുന്ന ചില കൺസെപ്റ്റുകളുണ്ട്, ഇത്തിജാഹ്. പൊതുവെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ പ്രൊസീജിയറിലാണ് ചുരുങ്ങി നിൽക്കുന്നത്. അതിൻ്റെ താഴെയുള്ള ഡിസൈനുകൾ നമുക്കില്ല, അതിൻ്റെ താഴെ വന്ന കൺസെപ്റ്റുകൾ നമുക്കില്ല. അതിന് ഇത്തരം ലിറ്ററേച്ചറുകളുടെ വായന, ആ ലിറ്ററേച്ചറിൽ നിന്ന് ഭാഷ പോളിസികൾ ഉണ്ടാക്കിയെടുക്കണം. ആ ഭാഷ പോളിസികളിൽ നിന്ന് ടീച്ചിങ് ഡിസൈനുകൾ വേണം. ആ ടീച്ചിങ് ഡിസൈനുകൾക്കുള്ളിലായിരിക്കണം നമ്മുടെ ടീച്ചിങ് മെത്തേഡുകളെ നമ്മൾ ഫോർമാറ്റ് ചെയ്യേണ്ടതും സജസ്റ്റ് ചെയ്യേണ്ടതും റെക്കമെൻഡ് ചെയ്യേണ്ടതും സെലക്ട് ചെയ്യേണ്ടതും. നേരെ മറിച്ച് ഈ പ്രൊസീജിയറിൽ മാത്രം ഒതുങ്ങി നിന്നാൽ അതിൽ സംഭവിക്കുന്ന പോരായ്മകളെ തിരുത്തി തരാനുള്ള ഡിസൈനുകൾ നമുക്കുണ്ടാവില്ല. ആ ഡിസൈനുകൾ രൂപപ്പെട്ടു വരുന്ന കൺസെപ്റ്റുകൾ നമുക്കില്ല എന്നതും അതൊരു വലിയ പോരായ്മയാണ്. അപ്പോൾ സ്വാഭാവികമായി അപ്പോൾ മദ്രസ അൽ ജുനൈദിൻ്റെ ഈ 3 കാര്യങ്ങൾ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. മദ്രസ അൽ ജുനൈദ് ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ നേരത്തെ പറഞ്ഞു, ഇസ്തിഖ്ദാമുൽ ലുഗയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മാവ്. രണ്ടാമത്തൊന്ന് അവരുടെ അധ്യാപകരുടെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള അവരുടെ കഴിവ്. ഈ അധ്യാപകർ ഭൂരിഭാഗവും പഠിച്ചത് ഇന്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റികളാണ്, അസ്ഹറിലാണ്, മൊറോക്കോയിലാണ്. സ്വാഭാവികമായിട്ട് അവരായിട്ടുള്ള ഇൻട്രാക്ഷനിൽ വളരെ എങ്ങനെ ഒരു സോൾ സൂത്തിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളെ അങ്ങേയറ്റം ആകർഷിപ്പിക്കുന്ന അറബി ഭാഷയുള്ള സംസാരം, ലളിതമായ സംസാരം. എന്തിനു മാത്രം ഫിഖ്ഹും ഹദീസും തഫ്സീർ പോലും അവർ പഠിപ്പിക്കുന്ന അറബി ഭാഷയിലാണ്. എങ്ങനെ ചോദിച്ചവർ മറുപടി പറഞ്ഞത്, ആ ഉന്നത പഠന മേഖലയിലേക്ക് കുട്ടികൾ പോകുമ്പോൾ അവർക്ക് ആത്മവിശ്വാസം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അവർ മറ്റുള്ള വിഷയങ്ങൾ പോലും. അത് ഹരീന ബിൻ അബ്ദുൽ ലത്തീഫ് അവരുടെ ഒരു ആർട്ടിക്കിൾ, മദ്രസ അൽ ജുനൈദുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഈ വിഷയം അവർ കോട്ട് ചെയ്യുന്നുണ്ട്. അവിടുത്തെ അധ്യാപികയാണ്. ഇതാണ്. അപ്പോൾ പിന്നെ ഒന്നാമത്തെ ഇസ്തിഖ്ദാമുൽ ലുഗ, രണ്ടാമത്തത് അധ്യാപകരുടെ വളരെ മികച്ച കഫാഅത്ത്, മൂന്നാമത്തത് ഈ എൻവയോൺമെന്റ്, ഇമ്മേഴ്സീവായ ഒരു എൻവയോൺമെന്റ്. ഈ 3. നാലാമത്തെ ഒന്ന് ഈ ടെക്നോളജി, ICT എക്സ്ട്രീംലി അതിൻ്റെ അങ്ങേയറ്റം സ്വാഭാവികമായി അതിൻ്റെതായ ചില ബലാരിഷ്ടതകൾ ഉണ്ടെങ്കിൽ കൂടെ ഐപാഡാണ്, മുഴുവൻ ടെക്സ്റ്റ് ബുക്കുകളും ഐപാഡിലാണ്. അപ്പോൾ അതിലൂടെ ഓരോ മഹാറത്തിലേക്കും ഇങ്ങനെ ഗൈഡ് ചെയ്യുന്ന ആക്ടിവിറ്റികളും അതിൻ്റെ തെമ്പ്രീനാത്തുകളും ഒക്കെ വളരെ മികച്ച രീതിയിൽ അവർക്ക് സെറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മദ്രസ അൽ ജുനൈദിൻ്റെ അനുഭവം, ദാറുൽ ഹുദയുടെ അനുഭവം. സ്വാഭാവികമായും ഇതിന് നമുക്ക് നമ്മുടെ കേരള പാശ്ചാത്തലത്തിലുള്ള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് ഇതൊരു വലിയ അന്വേഷണത്തിനും അതുപോലെ തന്നെ ഒരു അനുകരണത്തിനുള്ള ഒരു വാതിൽ തുറന്നു തരുന്നുണ്ട്. ഈ കേട്ടവർക്കൊക്കെ നന്ദി പറഞ്ഞ് ഞാൻ നിർത്തുന്നു. ശുക്രൻ ജസാക്കുല്ലാഹു ഖൈറൻ.